FFA വിത്ത് അസറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളെ റിവ്യൂ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് ഈദൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് പോയി കണ്ടൊരു ഫിലിമാണ് വർഷങ്ങൾക്ക് ശേഷം. നിവിൻ പോളിയുടെ ട്രിബ്യൂട്ട്, നിവിൻ പോളിയുടെ കംബാക്ക് എന്നൊക്കെയുള്ള രീതിയിൽ ഫിലിമിനെ വമ്പൻ ഹൈപ്പോടുകൂടി കാര്യങ്ങൾ പിന്നെന്താണ് എല്ലാവരെയും ധരിപ്പിച്ചിട്ടുണ്ട്. എവിടെയും നല്ല തിരക്കാണ്, ഹൗസ്ഫുള്ളാണ്. പക്ഷേ പോയി കണ്ടവർ പലരും പറയുന്നുണ്ട് എനിക്ക് കണക്റ്റായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ആ സംഭവം വർക്കായിട്ടില്ല എന്നുള്ള തരത്തിൽ. നമുക്ക് റിവ്യൂസിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഏതർത്ഥത്തിലാണ് ഒരു ഫിലിം കൊള്ളാകുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഏത് തരത്തിലുള്ള കോമഡിയാണ്. ഈ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിലിമിൻ്റെ BGM അതുപോലെ തന്നെ സോങ്സ് ഇതിന് 100% മാർക്ക് കൊടുത്തിരിക്കും. അത് വല്ലാത്തൊരു ഫീലാണ്. ഫിലിമിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് സാധാരണ ഒരാൾക്ക് എന്തായാലും അതുമായിട്ടൊരു ബന്ധവുമില്ല. ഇത് കണക്റ്റ് ആവാത്തതും വർക്കാവാത്തതും ആ ഒരു കാരണം കൊണ്ടാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ധ്യാനോട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടായാലും പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു അത്തരത്തിൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം ഈ യൂട്യൂബേഴ്സ് എല്ലാം, അല്ലെങ്കിൽ റിവ്യൂ പറയുന്നവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കാലം ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഈ പടത്തിനെക്കുറിച്ച് പോസിറ്റീവ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. ചിരിക്കാനുള്ള വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അവിടുത്തെ ചില ഇഷ്യൂസും ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നെങ്കിൽ ഇതിലെ കോമഡിയൊക്കെ വർക്കൗട്ടാകും. ഇല്ല എങ്കിൽ നമുക്കിത് വർക്കൗട്ട് ആകില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. സാധാരണ ഒരാൾ പോയി ഇന്ന് എൻ്റർടൈൻ ചെയ്യാമെന്ന് പറഞ്ഞ് പോയിരിക്കുമ്പോൾ നമുക്ക് എവിടെയാണ് ഇതിൻ്റെ ഒരു നമ്മൾ റിവ്യൂവിൽ കേട്ടാണല്ലോ പോകുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ മൗത്ത് പബ്ലിസിറ്റിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് അപ്പോൾ ആദ്യത്തെ ഒരു 2 കൗണ്ടറിന് ശേഷം ഭയങ്കര ഒരു ഗ്യാപ്പാണ്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് നിവിൻ വന്നതിന് ശേഷവും പിന്നെ അതിൽ പറയുന്ന കുറേ ടേമും കാര്യങ്ങളും അത് ഓൺലൈനുമായി ബന്ധപ്പെട്ട ഫിലിമുമായി അതിൻ്റെ അപ്ഡേറ്റ്സുമായി ഒക്കെ നിൽക്കുന്നവർക്ക് മാത്രമേ അത് കണക്റ്റ് ആവുകയുള്ളൂ എന്നുള്ളതാണ്. ഇതൊരു സാധാരണക്കാരൻ്റെ കഥയോ കഥാപാത്രങ്ങളോ അല്ല. ഈ മേഖലയിലുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുത്തിട്ടുള്ള ഒരുപാട് നന്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ്. അത് എത്ര പേർക്ക് ദഹിക്കും എന്നുള്ളത് എനിക്കറിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേഴ്സണലി നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരാളൊരു റീലുണ്ടാക്കുന്ന ഒരാളായാലും മതി, അദ്ദേഹത്തിന് ചിലപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അത് പെട്ടെന്ന് പിടികിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലാത്തവർക്ക് വർക്കാവാൻ ചാൻസില്ല. ഒഴുക്കിനൊത്ത് ചിലരെന്ത് ചെയ്യും, പുറത്ത് പറയാൻ പേടിയായതുകൊണ്ട് പടം കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും തിരക്കേടില്ല, കുഴപ്പമില്ല, കണ്ടിരിക്കായിരുന്നു, ബോറില്ലായിരുന്നു. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ പറയും സംഗതി കണക്റ്റ് ആവുന്നില്ല എന്നുള്ളത്. ഇതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. കഥക്ക് ചുറ്റും നടക്കുന്ന സംഭവമായിട്ട് ഒരു കഥ സ്വാധീനിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും കോമൺ ലൈഫായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമാണ്. ആ ഒരു കോമൺ ലൈഫ് ഇതിൻ്റെ അകത്ത് വരില്ല എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ചിരി വരുന്നത് നിവിൻ പോളി വന്ന് അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സെൽഫായിട്ട് തന്നെ അദ്ദേഹം കോമഡിയായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളും കുഴപ്പം അതിൻ്റെ അകത്ത് പ്രണയവിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിവിൻ പോളിയെ കളിയാക്കുന്ന തരത്തിലേക്ക് പിന്നെ കാണുന്നുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്നവരും അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഇത്തരം അപ്ഡേറ്റ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. യൂട്യൂബേഴ്സിനെല്ലാം അത് കിട്ടാറുണ്ട്. കാരണം അവരത് നോക്കിയിരിക്കുന്നവരാണ്, അവർ ആ മേഖലയിലുള്ളവരാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് വായിച്ചു പോകുമ്പോൾ ഇതൊക്കെ മനസ്സിൽ നിൽക്കും. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ട് ആ ത്രെഡ് പിടിച്ചിട്ടാണ് ഇതിൻ്റെ കോമഡിയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ബേക്ക് സ്റ്റോറി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കോമഡി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആസ്വദിക്കാൻ പറ്റൂ. ഫ്രഷായിട്ടൊരാൾ ഇതൊന്നും നോക്കാതെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള അല്ലാത്തൊരാൾ ഈ ഫിലിം കണ്ടു കഴിഞ്ഞാൽ രസിക്കണമെന്നില്ല. അത് നിങ്ങൾക്ക് രസിക്കില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി. ഒരുപാട് പേര് ഞാൻ ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വർക്കായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ട് പ്രേക്ഷകർ ചിലപ്പം ഒരുപാട് ഈ ധ്യാനോടുള്ള ഇഷ്ടം കാരണം, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ട് ഇഷ്ടപ്പെട്ട ആ ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടണം എന്നുള്ള അർത്ഥത്തിലായിരിക്കാം എന്ത് ചെയ്തിട്ടുണ്ടാവുക പ്രേക്ഷകർ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ പടം കൊള്ളാം, നിർബന്ധമായി നിങ്ങൾ കാണേണ്ട ഒരു ഫിലിമാണ് എന്നുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ പ്രത്യേകിച്ച് പിന്നെ ചിരി നൽകുന്ന ഒരു സംഭവം അതിൻ്റെ അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിലും പിന്നെ അതിൻ്റെ അകത്ത് നല്ല പെർഫോമറായിട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബേസിൽ ജോസും അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള കഥാപാത്രം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അജു വർഗീസും. ബാക്കി എല്ലാവരും ആ രീതിക്ക് അങ്ങ് പോയിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ ധ്യാനം
മുമ്പുള്ള കഥാപാത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം അത് പിന്നെ അദ്ദേഹത്തിൻ്റെ മാക്സിമം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതത്രയും പെർഫോമൻസ് വൈസ് പറയുമ്പോഴും നിങ്ങൾ ചിന്തിക്കാനുള്ളത് ഒട്ടും കണക്റ്റ് ആവാത്തൊരു കഥയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ രീതിക്ക് പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാവും. നിങ്ങളത് പോയി തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങളൊരു സിനിമയ്ക്ക് കഥ എഴുതുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കത് കണക്റ്റ് ആവും. നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ റീലുണ്ടാക്കുന്ന ഒരാളായാൽ പോലും നമുക്ക് ആ കഷ്ടപ്പാട് മനസ്സിലാവും, ആ കഥ നമുക്ക് കണക്റ്റ് ആവും. ഇതൊന്നും ബന്ധമില്ലാത്ത ഒരാൾ പോയി ഒരു ഫിലിം കാണുകയാണെങ്കിൽ നമുക്കത് കണക്റ്റ് ആവണം എന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകളുണ്ട്. സിനിമാ വിശേഷങ്ങളുമായിട്ടും പിന്നെ മറ്റു വിശേഷങ്ങളുമായിട്ടും ഒക്കെ വീണ്ടും FFA വിത്ത് അസർ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതാണ്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.